വ്യാഴാഴ്ച വന്നാണ് ഞാൻ വിയ്യൂരിറക്കി. വെള്ളിയാഴ്ച പടിഞ്ഞാറേക്കോട്ടയം വന്നു. വെള്ളിയാഴ്ച ശനിയാഴ്ച തൃച്ചിക്ക് വാടകയാണ്. പക്ഷെ വാടക കുറവായിരുന്നു, അത് കയറ്റിയില്ലത്. ഇപ്പം ചൊവ്വാഴ്ച ഒന്നായിട്ടില്ല. അതിനിടയ്ക്ക് ഡിസ്ക് അയറടിച്ച ട്യൂബ്ലെസ് ടയറാണ് ഫ്രണ്ട്. ഡിസ്കിൽ കൂടെ അയർ ലീക്ക് ആവണം. ഇതിക്ക് മുമ്പ് അയറടിച്ച കൊണ്ടുനടന്ന് നടന്നത്. തൃശ്ശൂർ കുട്ടേട്ടൻ എന്ന് പറഞ്ഞൊരു ടയറുണ്ട്, നമ്മുടെ ചങ്കനാള്. ആളെടുത്ത് കാണിച്ചപ്പോൾ നെക്കൊക്കെ ടൈറ്റ് ചെയ്ത് നോക്കി, എന്നിട്ടൊരു രക്ഷയില്ല. ടയർ അയച്ച ആളെ കടയിൽ കൊണ്ടിട്ട് വെറുതെ സോപ്പ് വെള്ളം എടുത്ത് അടിച്ച് നോക്കിയപ്പോൾ ഡിസ്കിന് ഡിസ്ക് മാറണം. അങ്ങനെ ഇവിടെയൊക്കെ ലോഡൊന്നും വന്നിട്ടില്ല. എന്നാൽ അത് മാർച്ച് മാസമൊക്കെ ആയല്ല, കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ ആവും. വെറുതെ ഹോട്ടലിൽ നിന്ന് ചായയും ചോറും തിന്നൊരു കാശിങ്ങനെ പോവുക. വണ്ടികളുണ്ടായിരുന്നു, ഇപ്പോൾ വണ്ടികളൊക്കെ കുറഞ്ഞിട്ടോ, അതേ കിടക്കുന്നുണ്ട്. അത് അണ്ണന്മാരെ വണ്ടിയിൽ നിന്ന് കയറ്റിയപ്പോൾ പകർത്തിയ റോഡാണ്. പടിഞ്ഞാറേക്കോട്ടയിൽ ഇപ്പോൾ പടിഞ്ഞാറേക്കോട്ട മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് ആ പള്ളി. മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ പള്ളിയാണ്. നമ്മുടെ മുമ്പ് വീഡിയോ എടുത്ത് നടന്ന ആളെ വർക്ക്ഷോപ്പ് മുരളി ഓട്ടോറിക്ഷയുടെ ഇതാണ്, വെൽഡിങ്ങും. നിൽക്കണം. ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളേക്കാവുമെന്നറിയില്ല. ചൂട് ഭയങ്കര ചൂടാ. വെള്ളം കുടിച്ചിട്ട് പരിവായി. അതല്ലേ വെള്ളരിക്കണ്ടില്ലേ വെള്ളക്കുപ്പികൾ. നമ്മുടെ സന്തോഷട്ടത് പടിഞ്ഞാറേക്കോട്ട മറ്റേ സന്തോഷ് ചങ്കണ് ചായ മേടിക്കാൻ പോണതും ഒക്കെ ആളാ. ആളിപ്പോ കുഴപ്പമില്ല, അടിപൊളിയാ. കൈ കാണിക്ക്, കൈ ഹായ് കാണിക്കടാ. ആ നമ്മളെ ഇപ്പൊ കുഴപ്പമില്ല, ആള് ഞങ്ങളുടെ ചങ്കണ് സന്തോഷ്. കൂട്ടുകാരന്മാർക്കൊക്കെ കാണും. മുടി എങ്ങനെയാ? മുടി ഭംഗിയുണ്ട്, കുഴപ്പമില്ല, അടിപൊളിയാ, സൂപ്പറാണ്, ഭംഗിയുണ്ടാ, സൂപ്പറാ, അടിപൊളിയാ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പയ്യനല്ലേ അവൻ. നമുക്ക് ചായ മേടിക്കാനൊക്കെ പോണ കടിയാ സന്തോഷ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും തൃശ്ശൂർ പടിഞ്ഞാറേക്കോട്ട വരുമ്പോൾ ആള് കവറൊക്കെ പിടിച്ച് നടക്കണ. പിന്നെ പറഞ്ഞ കേൾക്കൂലേ, എടാ ഇത് കൂട്ടുകാരും എല്ലാവരും കാണും. ആ പേടിക്കണ്ട സന്തോഷേ. അതെ, നിനക്ക് കാണില്ലത്, ഈ മൊബൈലുണ്ടെങ്കിൽ നിനക്ക് കാണാം. ആ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വേണ്ട, ഇതിങ്ങനെ പൊക്കോളും. അവന് ഇങ്ങനെ അവൻ്റെ അമ്മ വയ്യ, മരിച്ചുപോയി. ഇവൻ മാത്രമേ ഉള്ളൂ. ഇവൻ്റെ ഉപജീവന മാർഗമാണ് ഈ എടുക്കണവൻ. ആ ഇവൻ്റെ ഉപജീവന മാർഗമാണ് ഈ ചവിട്ടിക്കൂട്ടണവൻ. കുപ്പി എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കേട്ടാ. ഞാൻ ഇവിടുന്ന് പോയിട്ട്, ഞാൻ കാല് വയ്യാണ്ട് കൂടി ഇരുന്നിട്ട് ഞാൻ വണ്ടിയിൽ പോയിട്ട്, കണ്ണൻ ഇലക്ട്രീഷ്യൻ ഉണ്ട് കണ്ണൻ, അവനോട് പറഞ്ഞു ഇടോ ഒന്ന് വിളിക്കണോ മനസ്സിലാക്കാനെ. കുറേ രാത്രി അവിടെ ഉണ്ടായിരുന്നാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ചായ കുടിക്കാനൊക്കെ പോയിരുന്ന. അപ്പം ആളിടയ്ക്ക് ഇരുന്ന് കണ്ണനോട് ശരി ചെയ്യും, ഒന്ന് വിളിക്കുകയോ സ്വരം കേൾക്കാനെന്ന് പറയും. അല്ല, അങ്ങനെ കുറേ ഫ്രണ്ട്സുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ. അതിവിടെ മാത്രമല്ല കേട്ടാ, ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇതാണ് നമ്മുടെ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതങ്ങൾ. അപ്പോൾ ശരി, ഓക്കെ എന്നാൽ.
വെറുതെ ഇരുന്നപ്പോൾ വന്നതാട്ടെ ഞാൻ. ഓക്കെ.